വേദപഠന ക്ലാസ്സിൽ വെച്ച് വിദ്യാർത്ഥിയെ ശകാരിച്ചെന്നാരോപിച്ച് അധ്യാപകന്റെ മുഖത്ത് കല്ലുകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായി ആരോപണം. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിൽ എക്സൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉടമയും നെല്ലിക്കുറ്റിപ്പള്ളി കൈക്കാരനുമായ ബിജു തയ്യലിനാണ് വ്യാഴാഴ്ച വൈകിട്ട് 5:30 മർദ്ദനമേറ്റത്. എരിപഴശ്ശി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങി മടങ്ങുമ്പോൾ ബിജുവിന്റെ വാഹനം തടഞ്ഞു നിർത്തി കല്ലുകൊണ്ട് തലയിലും മുഖത്തും തുടരെ ഇടിക്കുകയായിരുന്നു. ഇടിയേറ്റ് മൂക്കിലൂടെയും വായിലൂടെയും രക്തം ചീറ്റി വാഹനത്തിൽ കുഴഞ്ഞു വീണ ബിജുവിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദിച്ചാളുടെ മകന്റെ വേദപഠന അധ്യാപകനാണ് ബിജു. കുട്ടിയെ ക്ലാസ്സിൽ വെച്ച് ശകാരിച്ചു എന്നാരോപിച്ചാണ് മർദ്ദനമെന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 7 മണിയോടുകൂടി നെല്ലിക്കുറ്റി ടൗണിൽ വെച്ച് ചെമ്പേരി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മെമ്പറും നെല്ലിക്കുറ്റി യൂണിറ്റ് ട്രഷററുമായ ശ്രീ ബിജു തയ്യലിനെ അകാരണമായി ഒരു വ്യക്തി മർദ്ദിക്കുകയുണ്ടായി. ഇങ്ങനെ തുടർച്ചയായ മർദ്ദനങ്ങൾ ചെമ്പേരിയിൽ ഉണ്ടാകുമ്പോൾ വ്യാപാരികൾ ഏറെ ആശങ്കയിലാണ്. യാതൊരു കാരണവുമില്ലാതെ, യാതൊരു പ്രകോപനവുമില്ലാതെ ഇതുപോലെ ആളുകൾ വ്യാപാരികളെ ആക്രമിക്കുന്നതിനും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നിന്ദ്യമായ ഏർപ്പാടാണ്. എന്തായാലും ഇതിന് ശക്തമായ പോലീസ് നടപടികൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അഭിപ്രായം. ഇന്ന് നെല്ലിക്കുറ്റിയിൽ ഹർത്താൽ ആചരിച്ചു എങ്കിലും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഉച്ചവരെയാക്കുകയാണ് ചെയ്തത്. ശക്തമായ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ചെമ്പേരി അടക്കമുള്ള പ്രദേശത്തേക്ക് ഇത്തരം സമര പരിപാടികളും പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്തതായിരിക്കും. എന്തായാലും പോലീസ് ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് ഓർപ്പിക്കുകയാണ്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.